ടെംപ്ലേറ്റ് ക്രിയേഷൻ്റെ നോട്ട്സ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അത് ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഹൗ ടു ക്രിയേറ്റ് എ ടെംപ്ലേറ്റ് ഇൻ വേർഡ് ഡോക്യുമെൻറ്റ്. ഫസ്റ്റ് എന്നാ ടെംപ്ലേറ്റ് ഈസ് എ predetermined document that includes some already created specific formatting options such as macros, headers, footers, custom dictionaries, layouts, images and auto text entries. Means അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം ഒറ്റ ഫയലിൽ. എന്തെല്ലാം? മാക്രോസ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, കസ്റ്റം ഡിക്ഷണറീസ്, ലേഔട്ട്സ്, ഇമേജസ് എല്ലാം കൂടിയുള്ള ഫയൽ. ഞാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വീഡിയോ ഇപ്പം, അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാത്ത. നമുക്ക് ലാബിൽ നിന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടില്ല ആ വീഡിയോയിൽ. ഇനി അതിൻ്റെ നോട്ട്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഹൗ ടു ക്രിയേറ്റ് എ ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രീഡിറ്റർമിൻഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് സം ഓൾറെഡി ക്രിയേറ്റഡ് സ്പെസിഫിക് ഓപ്ഷൻസ് സച്ച് ആസ് മാക്രോസ്, headers and footers, custom dictionaries, layouts, images and auto text ഒക്കെ ചെയ്യാം. A template help you to save time and creating a document with a similar content and structure. അപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ ടെംപ്ലേറ്റ് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ടെംപ്ലേറ്റ് ഹെൽപ്സ് യൂസ് ടു സേവ് ടൈം സേവ് ചെയ്യാം ആൻഡ് ക്രിയേറ്റിംഗ് എ ഡോക്യുമെൻറ്റ് വിത്ത് സിമിലർ കണ്ടൻറ്റ് ആൻഡ് സ്ട്രക്ചർ. അല്ലെ, ഒരേ കണ്ടൻറ്റും ഒരേ സ്ട്രക്ചറും വരുന്ന സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെംപ്ലേറ്റ് ഹെൽപ്സ് യു ടു സേവ് ടൈം സേവ് ചെയ്യും വെൻ ക്രിയേറ്റിംഗ് എ ഡോക്യുമെൻറ്റ് വിത്ത് എ സിമിലർ കണ്ടൻറ്റ് ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് അടക്കം ഇതിൽ നോട്ട്സിലുണ്ട്. ഹൗ ടു ക്രിയേറ്റ് എ ടെംപ്ലേറ്റ് ഇൻ വേർഡ് ഡോക്യുമെൻറ്റ്. ഫോളോ ദി സ്റ്റെപ്സ്. ഓപ്പൺ വേർഡ് ഡോക്യുമെൻറ്റ്. ഇതന്നെയല്ലേ ഞാൻ ആ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 1, ഓപ്പൺ ദി വേർഡ് ഡോക്യുമെൻറ്റ്. ഫസ്റ്റ് ഓപ്പൺ ദി വേർഡ് ഡോക്യുമെൻറ്റ്. Then go to file tab. എവിടെ പോകണം? ഫയൽ ടാബ് ഓൺ ദി റിബൺ ആൻഡ് ക്ലിക്ക് ന്യൂ ഓപ്ഷൻ. ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ഗോ ടു ഫയൽ ടാബ് ഓൺ ദി റിബൺ ആൻഡ് ക്ലിക്ക് ഓൺ ദി ന്യൂ ഓപ്ഷൻ. ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സേവാസ് ഓപ്പൺ ഇതിൽ നമ്മൾ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ആഡ് ദി ഡിസൈഡ് കണ്ടൻറ്റ് ദാറ്റ് യു ഫർദർ ആയിട്ട് നമുക്ക് വേണ്ടുന്ന ടെംപ്ലേറ്റിന് വേണ്ടുന്ന സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. രജിസ്ട്രേഷൻ ഫോം, രജിസ്ട്രേഷൻ നമ്പർ, ഫസ്റ്റ് നെയിം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ നമുക്ക് വേണം ഫോട്ടോ ഒട്ടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി സേവ് മൈക്രോസോഫ്റ്റ് വേർഡ് ടെംപ്ലേറ്റ്. നമ്മൾ ഈ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത സംഭവം എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. Save Microsoft Word template. Once you create the template in Microsoft Word, first അതിൽ സേവ് ചെയ്ത് വെക്കുക. Then you can save it for further use. ഫർദർ യൂസിന് വേണ്ടിയിട്ട് ഇത് സേവ് ചെയ്ത് വെക്കാം. ക്രിയേറ്റ് ആണ്. അപ്പോൾ അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സാധനം എന്ത് ചെയ്യുക? സേവ് ചെയ്യാം. ഫസ്റ്റ് ഇത് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യാം. അല്ലേ? In Microsoft Word you can save Microsoft Word template as .docx. അത് ഓരോ ഫയൽ ഫോർമാറ്റിൽ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ടു സേവ് ദി ടെംപ്ലേറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഫോളോ ദി ബിലോ ഇൻസ്ട്രക്ഷൻസ്. എന്തെല്ലാം നോക്കണം? ഓപ്പൺ ദി വേർഡ് ഡോക്യുമെൻറ്റ് ഇൻ വിച്ച് ടു ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ്. ടെംപ്ലേറ്റ് നമ്മൾ ആക്കാൻ വിചാരിക്കുന്ന സംഭവം ഓപ്പൺ ചെയ്യുക. ദെൻ ഗോ ടു ഫയൽ ടാബ്. ഫയൽ എടുക്കുക. എ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് വിൽ appear on the screen which click save as. അപ്പോൾ ഗോ ടു ഫയൽ മെനുവിൽ പോവുക, റിബൺ എടുക്കുക, ലിസ്റ്റ് ഓഫ് ഓപ്ഷൻ ഓൺ ദി സ്ക്രീൻ വിച്ച് ക്ലിക്ക് ഓൺ സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ആസ് ചെയ്യുക. അതിന് സേവ് ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യാം? ബ്രൗസ് ദി ലൊക്കേഷൻ. നമുക്കിത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? ബ്രൗസ് ദി ലൊക്കേഷൻ യു വാണ്ട്. ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അല്ലേ? ബ്രൗസ് ദി ലൊക്കേഷൻ വെർ യു വാണ്ട് ടു സേവ് എ ഫയൽ. ക്ലിക്ക് ഓൺ ദി ഡ്രോപ്പ് ഡൗൺ അസോസിയേറ്റഡ് വിത്ത് സേവ് ആസ് ടൈപ്പ്. സെലക്ട് വേർഡ് ടെംപ്ലേറ്റ്. അതായത് സേവ് ചെയ്യുമ്പോൾ എവിടെ എന്ത് സെലക്ട് ചെയ്യുക? വേർഡ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പൺ വേർഡ് ഡോക്യുമെൻറ്റ്, ഫയൽ ടാബ് എടുക്കുക. അതിനകത്തുനിന്ന് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുക.
നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ടെംപ്ലേറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്, അതിൽ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഫയൽ സേവ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഇത്രയും ഫയൽ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണം, ആ സേവ് വിൻഡോയിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് ഡോക്യുമെൻ്റ് ആക്കാൻ പാടില്ല, വേർഡ് ടെംപ്ലേറ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യണം. അത്രയാണ് ഒരു ക്രിയേഷൻ ഓഫ് ടെംപ്ലേറ്റ്സ്. ഇനി എഡിറ്റ്, എങ്ങനെ നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യാം? നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ദി വേർഡ് ടെംപ്ലേറ്റ്, നമുക്ക് അതിനെ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാം? വൺസ് യു ക്രിയേറ്റഡ് ദി ടെംപ്ലേറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്, യു ക്യാൻ എഡിറ്റ് based on your requirement and that then save it for upcoming similar word documents. നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെൻസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1, ഗോ ടു ഫയൽ മെനു എടുക്കുക, ടോപ്പ് ഓഫ് ദി കോർണർ ഓഫ് ദി വേർഡ് ഡോക്യുമെൻറ്റ് ഫയലിൽ ഓപ്പൺ എടുക്കുക, ക്ലിക്ക് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ഡയലോഗ് ബോക്സിൽ എന്ത് ചെയ്യണം, ഓപ്പൺ ഡയലോഗ്സ് വിൽ അപ്പിയർ ഓൺ ദി സ്ക്രീൻ. ബ്രൗസ് ദി ലൊക്കേഷൻ വേർ യു സേവ് ആൻ ഏർലിയർ ക്രിയേറ്റഡ് ടെംപ്ലേറ്റ് ആൻഡ് ക്ലിക്ക്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫയൽ ഓപ്പൺ ചെയ്യാം അല്ലേ, ബ്രൗസ് ചെയ്തിട്ട് ഓപ്പൺ ഡയലോഗ് ബോക്സിൽ ആ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ സേവ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് വരും. ഇതാണ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ്. ഇനി എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാം. സ്റ്റെപ്പ് 4 എന്താണ്, ഡിസൈഡ്. അപ്പോൾ ഈ ചെയ്തു വെച്ച ടെംപ്ലേറ്റ്സിൽ മോഡിഫിക്കേഷൻ എല്ലാം വരുത്തുക. വൺസ് യു മേഡ് ഇൻ ഓൾ ഡിസൈഡ് ചേഞ്ചസ് ചെയ്യാൻ ടെമ്പററി യു ക്യാൻ സേവ് യുവർ ടെംപ്ലേറ്റ് ആൻഡ് ക്ലോസ് ഇറ്റ്. അതായത് ഇതിൽ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ബിൽട്ടിനായിട്ട് ഇങ്ങനെയൊരു രജിസ്ട്രേഷൻ ഫോം വരും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരിക്കും ഇങ്ങനെയുള്ള ഫോം ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ബിൽട്ടിനായിട്ട് സ്വന്തമായിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആണ് എന്ത് ടെംപ്ലേറ്റ് ക്രിയേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് ബിൽട്ടിൻ ടെംപ്ലേറ്റ്സ്, ഇതിൽ കൂടുതൽ കുറേ ബിൽട്ടിൻ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബിൽട്ടിൻ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂസ് മൈക്രോവേർഡ് ടെംപ്ലേറ്റ്സ്, ബിൽട്ടിൻ ടെംപ്ലേറ്റ്സ് ദാറ്റ് യു ക്യാൻ യൂസ് യുവർ ഓൺ ഡോക്യുമെൻറ്റ്. ബിൽട്ടിനായിട്ടുള്ള ടെംപ്ലേറ്റ്സ് കുറേ ഇതിലുണ്ട്. അതെങ്ങനെയാണ്, ഫസ്റ്റ് ബിൽട്ടിനായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, യൂസ് മൈക്രോസോഫ്റ്റ് വേർഡ് ടെംപ്ലേറ്റ് ആൾസോ പ്രൊവൈഡ്സ് ഇൻ അപ്പോൾ എന്തെല്ലാം സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ആൾസോ പ്രൊവൈഡ്സ് ബിൽറ്റ് ഇൻ വേർഡ് ടെംപ്ലേറ്റ് ദാറ്റ് യു ക്യാൻ യൂസ്. അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഓപ്പൺ ദി ന്യൂ ഡോക്യുമെൻറ്റ്. വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാം. ഗോ ടു ഫയൽ ടാബ് ഓൺ ദി റിബൺ. എ ഫയൽ മെനു ഓർ പൊസിഷൻ വിൽ അപ്പിയർ ഓൺ ദി സ്ക്രീൻ. ക്ലിക്ക് ന്യൂ. ഫയലിൽ ന്യൂ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫയലിൽ ന്യൂ എടുത്തിട്ട് ആൻ അവൈലബിൾ ടെംപ്ലേറ്റ്സ് വിൻഡോ അപ്പിയർ. ക്ലിക്ക് ഓൺ ദി പേഴ്സണൽ. നമുക്ക് ആവശ്യമില്ല കുറേ ടെംപ്ലേറ്റ്സ് വരും, അത് പേഴ്സണൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ദെൻ എ ലിസ്റ്റ് ഓഫ് വേർഡ് ടെംപ്ലേറ്റ്സ് അപ്പിയർ ഓൺ ദി സ്ക്രീൻ. സെലക്ട് ആൻഡ് ഡബിൾ ക്ലിക്ക് ഓൺ ദി ടെംപ്ലേറ്റ് ദാറ്റ് യു വാണ്ട് ടു അപ്ലൈ. നമുക്ക് അതായത് ബിൽട്ടിനായിട്ടുള്ള ടെംപ്ലേറ്റ്സ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇത്രയാണ് എ ലിസ്റ്റ് ഓഫ് വേർഡ് ടെംപ്ലേറ്റ്സ്. നമുക്ക് ആവശ്യമില്ല സംഭവം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ടെംപ്ലേറ്റ് ക്രിയേഷനും എഡിറ്റും അല്ല ബിൽറ്റിൻ ടെംപ്ലേറ്റ്സ് എടുക്കുക. ഹൗ യൂസ് മൈക്രോസോഫ്റ്റ് ടെംപ്ലേറ്റ്. മൈക്രോസോഫ്റ്റ് വേർഡ് ആൾസോ പ്രൊവൈഡ് ഇൻ ബിൽറ്റിൻ വേർഡ് ടെംപ്ലേറ്റ് ദാറ്റ് യു ക്യാൻ യൂസ് ഓൺ യുവർ വേർഡ് ഡോക്യുമെൻറ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓപ്പൺ ദി ന്യൂ വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഫയൽ എടുക്കുക. ഫയൽ മെനുവിൽ ക്ലിക്ക് ന്യൂ എടുക്കുക. ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ദെൻ അപ്പോൾ അതിൽ ബിൽറ്റിനായിട്ട് കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് പേഴ്സണൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ദി പേഴ്സണൽ. അത് അതിലുള്ള ഒരു ടെംപ്ലേറ്റിൻ്റെ പേര് എന്നേ ഉള്ളൂ. എ ലിസ്റ്റ് ഓഫ് വേർഡ് ടെംപ്ലേറ്റ്സ് അപ്പിയർ ഓൺ ദി സ്ക്രീൻ ആൻഡ് ദെൻ ഡബിൾ ക്ലിക്ക് ഓൺ ദി ടെംപ്ലേറ്റ് ദാറ്റ് യു വാണ്ട് ടു അപ്ലൈ. ഏത് ഇതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം. ശരി, അപ്പോൾ ഇത്രയാണ് ടെംപ്ലേറ്റ് ക്രിയേഷൻ. ഇനി ഹൗ ടു എനേബിൾ മലയാളം ഫോണ്ട് ഇൻ ലാസ്റ്റ് ഇതും കൂടി ഉണ്ടായി. ഇന്നത്തെ ശരിക്കായി MS വേർഡിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സായി. മലയാളം ലാംഗ്വേജ് ഓർ PC ഫോളോ ദി സ്റ്റെപ്പ്. അപ്പോൾ ഹൗ ടു എനേബിൾ ഞാൻ നോട്ട്സ് മാത്രമേ പറയുന്നില്ലൂ. എനേബിൾ ചെയ്യുന്ന സംഭവം ഇതിലെല്ലാം ഓൾറെഡി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലാബിൽ നിന്ന് കാണിച്ചു തരാം. അപ്പം ഹൗ ടു എനേബിൾ മലയാളം ഫോണ്ട് ഇൻ ടു PC. ഇതിൻ്റെ സ്റ്റെപ്സാണിത്.
ക്ലിക്ക് ഓൺ മലയാളം ലാംഗ്വേജ് ഓർ PC ഫോളോ ദി സ്റ്റെപ്സ്. എന്തെല്ലാം സ്റ്റെപ്പ് ചെയ്യുക? ഫസ്റ്റ് ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് മെനു. എവിടെ ക്ലിക്ക് ചെയ്യണം? സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് റീജിയൻസ് ആൻഡ് ലാംഗ്വേജ് സെറ്റിംഗ്സ് ആൻഡ് ദർ പ്രസൻറ്റർ. ടൈപ്പ് റീജിയൻ ആൻഡ് ലാംഗ്വേജ് സെറ്റിംഗ്സ് ആൻഡ് ദെൻ പ്രസ് എൻ്റർ. അത് കൺട്രോൾ പാനലാണ്. ഞാൻ സെറ്റിങ്സ് ഇപ്പോൾ എടുക്കുന്നില്ല, കുറച്ച് ടൈം എടുക്കും. ആ വീഡിയോ വലിയ വീഡിയോ ഇപ്പോൾ, അതുകൊണ്ട് ജസ്റ്റ് തിയറി പോലെ പറയാം. സമയം കിട്ടുമ്പോൾ ലാബ് പോലെ ഫുൾ സംഭവം ചെയ്തുതരാം. ടൈപ്പ് എ റീജിയൻ ആൻഡ്, ശരിക്കും നോട്ട്സ് പോലെ ഒന്ന് നോക്കിയാൽ മതി. മലയാളം ലാംഗ്വേജ് ടു യുവർ PC. ഇതൊന്നും ലാബ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടില്ല. എങ്ങനെ എനേബിൾ ചെയ്യാൻ സ്റ്റെപ്സ് തിയറി ചോദിച്ചെങ്കിൽ എഴുതാം. മലയാളം ലാംഗ്വേജ് ടു യുവർ PC ഫോളോ ദി സ്റ്റെപ്പ്. ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് മെനു. ടൈപ്പ് റീജിയൻ ആൻഡ് ലാംഗ്വേജ് സെറ്റിംഗ്സ് ആൻഡ് ദെൻ പ്രസ് എൻ്റർ. അണ്ടർ ലാംഗ്വേജസ് ക്ലിക്ക് ഓൺ ആഡ് ലാംഗ്വേജ്. അപ്പോൾ ഇത് ന്യൂ വേർഷൻസ് ഓഫ്, ഇപ്പം വിൻഡോസ് 2010 എല്ലാണെങ്കിൽ ഇത്രയേ ചെയ്യാനുള്ളൂ. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, റീജിയൻ ലാംഗ്വേജ് സെറ്റിങ്സിൽ പോയിട്ട് എൻ്റർ ചെയ്യുക. അവിടെ ലാംഗ്വേജസ് എടുക്കുക, ക്ലിക്ക് ഓൺ ആഡ് ലാംഗ്വേജ് എടുക്കുക. ഓൺ ദി സെർച്ച് ബോക്സ് ടൈപ്പ് മലയാളം. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ ഫോൺസ് ഉണ്ടാവും. മലയാളം ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഓൺ മലയാളം ടു ആഡ് ഇറ്റ്. ഇങ്ങനെയാണ് മലയാളം എനേബിൾ ചെയ്യുന്നത് PC-യിൽ. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ഫോൺസ് എങ്ങനെ ആഡ് ചെയ്യാം. ഡൗൺലോഡ്, അതായത് ഡിഫറെൻറ്റ്, ഓൾറെഡി പുതിയ സിസ്റ്റത്തിലെല്ലാം ഫോൺസ് ഉണ്ടാവും. നമുക്ക് പുതിയ ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫോണ്ട് കുറേ നെറ്റ് എടുത്തിട്ട് ഫോണ്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. മലയാളം ഫോൺസ് ഇത് നെറ്റ് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് എന്തെല്ലാം സിപ്പ് ഫയൽസ് ആയിരിക്കും. അൺസിപ്പ്, സിപ്പ് എന്ന് പറഞ്ഞ ഫോൺ, അത് നമ്മളെ ഫോണിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതായത് ഡൗൺലോഡ് ചെയ്യുക കുറേ ഫോൺസ്. അപ്പോൾ സിപ്പ് ഫയലിനെ അൺസിപ്പ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഫോൺസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. If you are promoted to allow the program to make changes to your computer and if you trust the source then of the click yes. അപ്പോൾ അതിൽ യെസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. നമ്മൾ എന്ത് ചെയ്യുക? യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ചെയ്യുള്ളൂ. എങ്ങനെയാണ് അപ്പം എങ്ങനെയാണ് ഇഫ് യു ആർ പ്രൊമോട്ടഡ്, ഇങ്ങനെയാണ് ഫോണ്ട് മലയാളം പിന്നെ എനേബിൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഹൗ ടു എനേബിൾ മലയാളം ഫോണ്ടിന് ഇങ്ങനെയാണ് തിയറി പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീജിയൻ ആൻഡ് സെറ്റിങ്സ് എടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക. ലാംഗ്വേജസിൽ ക്ലിക്ക് ഓൺ ആഡ് ലാംഗ്വേജ് എടുക്കുക. ഓൺ സെർച്ച് ഡയലോഗ് ബോക്സ് ടൈപ്പ് മലയാളം ക്ലിക്ക് ഓൺ. അപ്പോൾ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആക്കേണ്ട സ്റ്റെപ്സാണിത്. ഡൗൺലോഡ് ദി ഫോണ്ട് ഫയൽ നെറ്റ് എടുത്തിട്ട് തന്നെ ചെയ്യണം. കുറച്ച് ഫോൺസ് ഡൗൺലോഡ് ചെയ്യുക. അത് സിപ്പായിട്ടില്ലേ, അതായത് ചുരുങ്ങിയ ഫയലായിരിക്കും. അൺസിപ്പ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ സിസ്റ്റത്തിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ല ഫോൺസ് സെലക്ട്, കുറേ ഡിഫറെൻറ്റ് ഫോൺസ് വരും. നമുക്ക് ആവശ്യമില്ല ഫോൺസ് ക്ലിക്ക് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ വിൻഡോ വരുമ്പോൾ അതിന് യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡിഫറെൻറ്റ് മലയാളം ഫോൺസിൻ ചോദിച്ചു, നിങ്ങളെ തിയറിയിൽ പറയുന്നുണ്ട്. മലയാളം ഫോൺസിൻ അവൈലബിൾ മലയാളം ഫോൺസ്, കുറച്ചെണ്ണത്തിൻ്റെ പേര് പറഞ്ഞുതരാം. അഞ്ജലിയോ ഇതിങ്ങനെ ജസ്റ്റ് തിയറിയല്ലേ വേണ്ടു. മലയാളം ഫോൺസ് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ദ്യൂപ്തി, കല്യാണി, മീര, രചന, രഘു, ഇങ്ങനെ കുറേ ഉണ്ടാ. സുരമ, എല്ലാ പേരൊന്നും വേണ്ട, നിങ്ങൾ ഒരു 3-4 പേര് എക്സാമ്പിൾ ചോദിച്ച് എഴുതി വെക്കുക. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഏകദേശം എല്ലാ പേരും കൊണ്ട് ഇത് ഞാൻ നോട്ട്സായിട്ടും തരും. ഹൃത്തിക, ഇത്രയും ഒരു 18 ഞാൻ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടിയാണ്. മലയാളം ഫോൺസിൻ്റെ നെയിമാണിത്. ഇപ്പോൾ സിലബസിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് മാത്രം മലയാളം ഫോൺസ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മലയാളം ഫോൺസ് ഉണ്ട്. അപ്പോൾ എനേബിൾ ചെയ്യുന്നത് പറയാം, എങ്ങനെ ഫോണ്ട് ആഡ് ചെയ്യുന്നത് പറയാം. അപ്പോൾ ഇത്രയും മലയാളം ഫോൺസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ മലയാളം ISM മലയാളം എന്ന് സിലബസ് പറയാത്തതുകൊണ്ട് ആ ടൈപ്പ് ഇത് വേണമെങ്കിൽ ലാബിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തില്ലേ ആവുള്ളൂ. ഇനി മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ഏറ്റവും സുഖമായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാനാണ്. ഒന്നും നമുക്ക് മലയാളം കീബോർഡിനെ പറ്റി ഒരു ധാരണയില്ലാത്തവർക്ക് ഏറ്റവും സുഖമായിട്ട് മലയാളം ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഗൂഗിൾ മലയാളം എടുക്കുക, നെറ്റ് വേണേ,
ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീ ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ഈസ് പ്രൊവൈഡഡ് ബൈ ഗൂഗിൾ. നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഗൂഗിൾ മലയാളത്തിൽ പോയിട്ട്, ഇപ്പം നെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കാണിച്ചിട്ടായിരുന്നു. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് എഴുത്തുപകരണങ്ങൾ എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്, അതിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാം, മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. മംഗ്ലീഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മലയാളം നമ്മൾ പറയുന്നതിന് കണക്കായിട്ടുള്ള മലയാളം അവിടെ വരും. അപ്പം ഇങ്ങനെയില്ല കണ്ടാ, നമ്മൾ ഇംഗ്ലീഷ്, ഞാൻ മലയാളി, ഇങ്ങനെ തന്നെ. ഇപ്പം ഇത് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാം. ഗൂഗിളിൽ എടുത്തിട്ട് മലയാളം ടൈപ്പ് റൈറ്റിംഗ് എടുക്കുക, മലയാളം എഴുത്തുപകരണങ്ങൾ എന്ന് വരും. നിങ്ങൾ മലയാളം ടൈപ്പിങ്ങിന് ഗൂഗിൾ എടുത്തിട്ട് മലയാളം എഴുത്തുപകരണങ്ങൾ വരും. അപ്പോൾ എഴുത്തുപകരണങ്ങൾ എടുത്തിട്ട് അതിന് ശേഷം അപ്പോൾ ഒരു വിൻഡോ വരും, ആ വിൻഡോനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ശരിക്കും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, Ctrl+G എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും. അപ്പം അതെല്ലാം ചെയ്തതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്യുക. സാമാനം കോപ്പി ചെയ്തിട്ട് എവിടത്തേക്ക് ഇടുക, വേർഡിലേക്ക് പേസ്റ്റ് ചെയ്തിടുക. അത്രയും ആവശ്യമായിട്ട് സേവ് ചെയ്യുക. സുഖമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് മലയാളം ചെയ്യാൻ പറ്റും. ഏതാ എടുക്കേണ്ടത്, ഗൂഗിൾ മലയാളം. ഞാനതൊന്ന് ഇപ്പം നെറ്റ് ഓൺ അല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, ചെയ്യുന്ന വീഡിയോ ഒന്നുകൂടെ ഇട്ടുതരാം. ഗൂഗിൾ മലയാളത്തിലല്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെയാണ് മലയാളം എനേബിൾ ചെയ്യുന്നത്. ഈസിയാണ്. ഇനി ഇത് ലിനക്സിൽ എങ്ങനെ മലയാളം ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ്. എനേബിളിങ് മലയാളം ഇൻ ലിനക്സ്. അപ്പോൾ ഇത് വിൻഡോയിൽ ജസ്റ്റ് ലാബിൽ തന്നെ കാണിച്ചു തരുന്ന സ്റ്റെപ്പ് മാത്രം നോക്കുക. ലിനക്സിൽ എങ്ങനെ മലയാളം ചെയ്യാം, മറ്റേ എനേബിളിങ് PC എങ്ങനെ മലയാളം ചെയ്യാമെന്നുള്ളതും ലിനക്സിൽ എങ്ങനെ മലയാളം ചെയ്യാം. ദി സ്റ്റെപ്സ് റിക്വയർഡ് ആസ് ഫോളോയിങ്. എനേബിൾ മലയാളം ഇൻ ലാംഗ്വേജ് സെറ്റിങ്സ്. ഇങ്ങനെ എനേബിൾ മലയാളം ഇൻ ദി ലാംഗ്വേജ് സെറ്റിങ്സ് പോവാം. അതിൽ ലിനക്സിൽ പോയിട്ട് മലയാളം, ഇപ്പോൾ ലിനക്സിൻ്റെ വിൻഡോ ഉണ്ടെങ്കിലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ലാബിൽ നിന്ന് ലിനക്സ് സോഫ്റ്റ്വെയറിൽ നിന്ന് കാണിച്ചു തരാം. എനേബിൾ SCIM എന്ന് പറയും. അതിൽ ഇങ്ങനെ ഓപ്ഷൻ വരും, എനേബിൾ SCIM, ഇൻസ്റ്റാൾ സ്വൻലേഖ SCM ML ഫോണിറ്റിക്സ് എന്ന്. അതൊരു സോഫ്റ്റ്വെയർ പോലെ. അപ്പോൾ അതിൽ ഉണ്ടാവും, നിങ്ങളതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ മലയാളം ഫോൺസ്. ഇത്രയും സ്റ്റെപ്പുള്ളൂ ലിനക്സിൽ. ഈ സ്റ്റെപ്സ് മാത്രം ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഹൗ ടു എനേബിൾ മലയാളം ഇൻ ലിനക്സിലും ചോദിച്ചിട്ടുണ്ട്, PCയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ വരുന്നത്, വേർഡിൽ. അപ്പം വേർഡിൽ നിങ്ങൾക്ക് മെയിനായിട്ട് സിലബസിൽ വന്നത് എന്തെല്ലാമാണ്, ഫയൽ മെനു കംപ്ലീറ്റ് പറയാം, അതിൻ്റെ ന്യൂ, ഓപ്പൺ, സേവ് ആസ് ഒക്കെ. പിന്നെ ഹോം മെനുവിൽ വരുന്ന കുറേ ഫോണ്ട്, ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ ഫോണ്ട് മെനു, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിങ്, ഫൈൻഡ്, റീപ്ലേസ്, ഇതൊക്കെ ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ന്യൂ സ്റ്റുഡൻസിന് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ടൈം കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടുതരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ടെംപ്ലേറ്റ് ക്രിയേഷൻ, മലയാളം ഹൗ ടു എനേബിൾ മലയാളം സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. മലയാളം ഫോൺസ്, പിന്നെ എന്താണ് ടെംപ്ലേറ്റ് ക്രിയേഷൻ. ഇതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അതിൽ അങ്ങനെ ടെംപ്ലേറ്റ് ക്രിയേറ്റ്, ഹൗ ടു ക്രിയേറ്റ് എ ടെംപ്ലേറ്റ് ഇൻ വേർഡ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ.